കഴുകന്മാരുടെ ലോകം അനന്തവും വിശാലവും എത്രത്തോളം വിശാലമാണ് എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എഴുത്തുകൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഒരു സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ച് കഴുകൻ എന്ന് പറയുന്ന പക്ഷി എപ്പോഴും ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുന്ന ഒന്നായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പോൾ സാംസ്കാരിക ചരിത്രത്തിൽ മുഴുവൻ ആരാധനാക്രമത്തിലൊക്കെ അത് വരുന്നുണ്ടെങ്കിൽ പോലും എപ്പോഴും നമ്മൾ ഡെപിക്റ്റ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ഇമേജോട് കൂടിയിട്ടാണ്. ഇപ്പോൾ കെവിൻ കാർട്ടറുടെയൊക്കെ ആ ചിത്രം എന്ന് പറയുന്നത് മരണം കാത്തു നിൽക്കുന്ന, എപ്പോഴും മരണത്തിനെ പ്രതീകവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രതീകം എന്നൊക്കെയുള്ള രീതിയിലാണ് കഴുകന്മാരെ പറ്റിയിട്ട് റെഫർ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയേ അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പറക്കൽ എന്ന് പറയുന്നതും ഒരു അനന്തതയെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ നെറുകയിൽ നിന്നുകൊണ്ട് നോക്കുന്ന ഒരു കാഴ്ചയൊക്കെയുള്ള ഒരു പക്ഷി എന്ന് പറയുന്നത്. ഈ റാഗിപ്പറക്കൽ എന്ന് പറയുന്ന സംഗതി എന്താണ് യഥാർത്ഥത്തിൽ? ഇംഗ്ലീഷിൽ സോറിങ് എന്ന് പറയും, ചിറകടിക്കാതെ പറക്കുക എന്നുള്ള അർത്ഥത്തിൽ. അതായത് അധികം ഊർജം വേണ്ട, ഊർജം ഉപയോഗിക്കാതെ പറക്കുക എന്നുള്ള അർത്ഥത്തിൽ. ഈ ഒരു വെയിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു 9 മണിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് നമ്മൾ പരുന്തുകൾ പറക്കുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ പരുന്തുകളാണല്ലോ കൂടുതൽ കാണുക, ചിറകടിച്ച് പറക്കും. അത് കഴിഞ്ഞ പിന്നെ അവർക്ക് ചിറകടിക്കേണ്ട കാര്യമില്ല. താഴെ നിന്ന് ഇത് ചൂടായിട്ട് ഒരു കൺവെക്ഷൻ കറന്റ് ഉണ്ട്, അത് മുകളിലേക്ക് പോകുമ്പോൾ ആ ഊർജ്ജത്തിന് ഉപയോഗിച്ചിട്ട് പറക്കാൻ കഴിയും. അപ്പൊ ഊർജം ചെലവഴിക്കാതെ പറക്കുക, അതായത് ഈ വെയിലിന്റെ ഊർജം ഉപയോഗിച്ചിട്ട് പറക്കുക എന്നുള്ളതാണ് തെന്നിപ്പോവുക. ഇങ്ങനെ പോവുക. അപ്പൊ ചിറകടിക്കുക, ഊർജം ഒട്ടും ചെലവില്ല, പറക്കുകയും ചെയ്യാം. കുറേ നേരം അങ്ങനെ നിൽക്കാൻ പറ്റും. അങ്ങനെ എത്ര വേണമെങ്കിലും പോകാൻ കഴിയും. ആ അനുകൂലനം അത് പരുന്തുകളെക്കാൾ വളരെ കൂടുതലായിട്ട് ഇവർക്കുണ്ട്. ഇവരുടെ ചെറിയ ഒന്നുകൂടി വീതി കൂടുതലായതുകൊണ്ട് അപ്പൊ അങ്ങനെ പറക്കാൻ കഴിയുന്ന ഒരു അനുകൂലനമാണ്. കഴുകന്മാരുടെ കേസിൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കടുവയോ പുലിയോ ഒക്കെ ആണെങ്കിൽ പ്രിഡേറ്റർ ആണ്. അവർ പോവുകയും ഹണ്ട് ചെയ്യുകയും കഴിക്കുകയും ചെയ്യുന്ന ജീവികളാണല്ലോ. പക്ഷെ കഴുകന്മാരുടെ കേസിൽ അവർ ഇപ്പോൾ ലാൻഡിൽ കരയിൽ ജീവിക്കുന്ന ഒബ്ലിഗേറ്റ് സ്കാവഞ്ചേഴ്സ് എന്ന് പറയുന്നത് കഴുകന്മാർ മാത്രമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ വേട്ടയാടിയിട്ടല്ല ഇതിനെ കഴിക്കാം. അപ്പോൾ എന്തെങ്കിലും ചത്തു വീണ്ടുള്ള അല്ലെങ്കിൽ ശവശരീരങ്ങളെയാണ് ഇവർ ഭക്ഷണമാക്കാം. അപ്പോൾ ഈ റിസോഴ്സ് വളരെ എന്താ പറയുക, വളരെ സ്വാഭാവികമായിട്ട് കിട്ടുന്ന ഒന്നല്ലല്ലോ. ഏതോ ഒരു കോണ്ടസ്റ്റിൽ മരിച്ചു വീഴുന്ന ഒരു ജീവിയെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അനുകൂലം എന്ന് പറയുന്നത് ദീർഘദൂരം പറക്കേണ്ടതായിട്ട് വരും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ കൂടുതൽ ഊർജ്ജത്തെ ഉപയോഗിക്കാതെ ഏറ്റവും മിനിമം ഊർജ്ജത്തെ ഉപയോഗിച്ചുകൊണ്ട് പറക്കാനുള്ള അനുകൂലനമുണ്ട് കഴുകന്മാർക്ക്. അതാണ് ഇത്തരത്തിലുള്ള റാഗി പറക്കൽ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ അഡാപ്റ്റേഷൻ. അത് ഈ കഴുകന്മാർക്ക് ഒരു അഡാപ്റ്റേഷനാണ്. ഈ ഇപ്പൊ പറഞ്ഞല്ലോ, ഈ മൃതദേഹങ്ങൾ ശവം തീനി എന്നാണ് കഴുകന്മാരെ പൊതുവെ വിശേഷിപ്പിച്ച് കണ്ടിട്ടുള്ളത്. ഇതിന്റെ ഒരു അതുകൊണ്ട് തന്നെയാണ് ഈ മരണത്തിന്റെ പ്രതീകം എന്നൊക്കെയുള്ള രീതിയിൽ ഇതിനെ ചിത്രീകരിക്കുന്നതും. പക്ഷെ അത് എത്രത്തോളം പാരിസ്ഥിതികമായിട്ട് പ്രാധാന്യമുള്ളതാണെന്നും അതിൻ്റെ ഒരു ഭക്ഷണശീലം, കഴുകന്മാരുടെ ഒരു ഭക്ഷണശീലം എത്രത്തോളം ഈ സൈക്കിളിൽ പ്രധാനമാണെന്നാണ് പറയാ. പ്രകൃതിയിലുള്ള ജീവജാതികൾ എന്തായാലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മരിച്ചു വീഴേണ്ട ആളുകൾ തന്നെയാണ്. അപ്പൊ പ്രകൃതിയിൽ എപ്പോഴും ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു സിസ്റ്റം പ്രകൃതിയിലുണ്ട് എപ്പോഴും. ഏത് ജീവിച്ച ഒരു ഫുഡ് ചെയിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ. അപ്പൊ മൃതദേഹങ്ങൾ ആരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മൃതദേഹങ്ങളെ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യുന്നതിൽ കഴുകന്മാരുടെ പങ്ക് ഭയങ്കര പ്രാധാന്യപ്പെട്ടതാണ്. പ്രകൃതിയിൽ ഒരു ജീവി ചത്ത് കിടക്കുക എന്ന് പറയുന്നതിനെ മറ്റൊരു ജീവി ഉപയോഗിക്കുന്ന സമയത്ത് അതിലുണ്ടാകുന്ന ഇപ്പം ആന്ത്രാക്സ് പോലുള്ള മാരകമായ അസുഖങ്ങൾ ബാധിച്ചിട്ട് ചത്തിട്ടുള്ള ഒരു ജീവിയാണെങ്കിൽ പോലും അതിനെ കഴുകൻ ആഹരിക്കുന്നതോട് കൂടിയിട്ട് കഴുകന്റെ ശരീരത്തിലെ അമ്ല സ്വഭാവത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുകയും അതിനെ അവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റം പ്രകൃതി ഒരുക്കിയിട്ടുണ്ട് കഴുകന്മാരിലൂടെ. അപ്പൊ പാരിസ്ഥിതികമായിട്ട് ഒരു ജീവി ചത്ത് ചീഞ്ഞ് അവിടെ കിടന്ന് അതിനെ മറ്റു ജീവികളിലേക്ക് അസുഖങ്ങളിലേക്ക് ബാധിക്കുന്നതിനെയൊക്കെ തടയുന്നതിൽ കഴുകന്മാരുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പാരിസ്ഥിതികമായിട്ട് വളരെ എടുത്ത് പറയാൻ കഴിയുന്ന ഒരു ഉദാഹരണത്തിലേക്ക് മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലേക്ക്, ഇപ്പോൾ നമ്മുടെ തെക്കേ ഇന്ത്യയിലെ പോലെയല്ല വടക്കേ ഇന്ത്യയിൽ. ഇപ്പോൾ അവിടെ ഇപ്പോൾ കന്നുകാലികളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് പുറത്തിടുക ചെയ്യാം. അത് കുഴിച്ചിടാറുമില്ല. അത് കൂടുതൽ എഫേർട്ടൊക്കെ വേണ്ട ഒരു പ്രക്രിയയാണല്ലോ. അപ്പോൾ ഗോവധ നിരോധനം ഒക്കെ നിലനിൽക്കുന്ന സ്ഥലം, അവരുടെ കൾച്ചറേ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ അടുത്തിടയിൽ വടക്കിന്ത്യയിലൊരു സ്ഥലത്ത് പോയിരുന്നു, ബിക്കനേർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒരു വലിയൊരു ഡംപിങ് സൈറ്റ് ഉണ്ട്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ അവരുടെ ഗ്രാമങ്ങളിൽ മരണപ്പെടുന്ന കന്നുകാലികൾ അവിടെ കൊണ്ട് ഡംപ് ചെയ്യും. അപ്പോൾ ഈ ഡംപിങ് സൈറ്റുകളിൽ അതിൻ്റെ തോല് ഉരിച്ച് വിൽക്കുന്ന ഒരു വിഭാഗപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ തോല് ഉരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കഴുകന്മാർ വന്നിട്ട് അതിനെ ഭക്ഷിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിന്റെ ബോൺ മാത്രമേ, എല്ലുകൾ മാത്രമേ ആയി മാറും. അത് പിന്നെ വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ട് അല്ലെങ്കിൽ അവർ തന്നെ വന്നിട്ട് അത് കളക്ട് ചെയ്തുകൊണ്ട് പോയിട്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ യൂസുകൾക്ക്, ഇപ്പോൾ പഞ്ചസാരയെ ശുദ്ധീകരിക്കാനോ അല്ലെങ്കിൽ വളങ്ങൾക്കോ ഒക്കെ വേണ്ടി ഉപയോഗിക്കും. ഇത് ദീർഘകാലമായിട്ട് വടക്കേ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടുത്തെ ചുറ്റുപാടുകളിൽ ഈ കന്നുകാലികളുടെ ജഡം നീക്കം ചെയ്യുന്നതിൽ ഇത്തരത്തിലുള്ള മുന്നൊക്കെ പറഞ്ഞ പോലെയുള്ള രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിലൊക്കെ കഴുകന്മാർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. കേരളത്തില് വയനാട്ടിൽ മാത്രമാണ് അതിന്റെ കാണാൻ പറ്റുന്നത് അല്ലെ? വയനാട്ടിൽ സ്ഥിരം കാടുകളിൽ യാത്ര ചെയ്യുന്നുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഇതിനെ കാണുന്നതും ഒക്കെ എങ്ങനെയാണ്? അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താ? ശരിക്കും കേരളത്തിൽ വലിയ അളവിൽ ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കേരളത്തിന്റെ ഒരു കാലാവസ്ഥ പ്രകാരം ഇവിടെ മനുഷ്യവാസം ഇല്ലെങ്കിൽ എപ്പോഴും അടഞ്ഞ കാടായിരിക്കും. മൊത്തം കേരളം നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും അടഞ്ഞ നിത്യഹരിത വനങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ കാട് എങ്ങനെയാന്ന് നമുക്കറിയില്ല ഇവിടെ. അപ്പൊ അതുപോലെ തുറന്ന സ്ഥലങ്ങളിലെ കഴുകന്മാരുണ്ടാവുക. അവർക്ക് പിന്നെ മുകളിൽ കണ്ടിട്ടാണ് ശവങ്ങളെ തിരിച്ചറിയുന്നത്, കണ്ണ് നോക്കിയിട്ട്. നമ്മുടെ ഇവിടുത്തെ കഴുകന്മാര്, അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ അല്ലാത്ത കഴുകന്മാരുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയിൽ കേരളത്തിൽ പൊതുവെ കഴുകന്മാർ കുറവാണ് ഉണ്ടാവേണ്ടത്. അത് തന്നെ ഇങ്ങനത്തെ കാലാവസ്ഥയല്ല. ഇപ്പോൾ വയനാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പശ്ചിമഘട്ടത്തിന്റെ അപ്പുറത്തെ ചെരുവാണല്ലോ, കിഴക്കൻ ചെരുവിലാണ്. ഇവിടെ നിന്ന് നമ്മൾ വയനാടിന്റെ കിഴക്കോട്ടേക്ക് പോകുന്തോറും പിന്നെ മഴ കുറഞ്ഞിട്ട് കാടിന്റെ സ്വഭാവം മാറി വരും. അതിനനുസരിച്ച് അങ്ങോട്ടേക്ക് ഇല കൊഴിയുന്ന കാടുകളാണ് കിഴക്കോട്ടേക്ക്. അപ്പൊ വയനാടിന്റെ തന്നെ കിഴക്കൻ ചെരുവിലുള്ള കാടുകളിലാണ്, വയനാട് വന്യജീവി സങ്കേതത്തിലാണ് കഴുകന്മാരുള്ളത്. അവിടുത്തെ കാട് കുറച്ചും കൂടി അകന്ന് നിൽക്കും, മരങ്ങൾ അകന്ന് നിൽക്കും, ഉള്ളിലേക്ക് കാഴ്ചയുണ്ട്. അതുപോലും അല്ല അവർക്ക് ഏറ്റവും നല്ല ഹാബിറ്റേറ്റ് എന്ന് വെച്ചാൽ അതിനും കിഴക്കോട്ടേക്കുള്ള പിന്നെ കർണാടകയുടെയോ തമിഴ്നാടിന്റെയോ പോലത്തെ സമതലങ്ങളിലാണ് അവർ കൂടുതൽ ഉണ്ടാവുക. അവിടെയാണ് ഒരു ശവം കിടന്നു കണ്ടെത്താൻ എളുപ്പമാണല്ലോ, അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഉണ്ടാവുക. പക്ഷെ ഈ നാശം കഴുകന്മാർക്കൊരു വംശനാശം ഉണ്ടായല്ലോ. അപ്പൊ അത് ആദ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇല്ലാതെയായി. അപ്പൊ ബാക്കി നിൽക്കുന്ന സ്ഥലം ഈ തരത്തിലുള്ള ഒരു ഇല കൊഴിയുന്ന കാടുകളുള്ള അങ്ങനത്തെ സ്ഥലത്താണ് ഇപ്പൊ അതിന്റെ ബാക്കി നിൽക്കുന്ന കുറച്ച് എണ്ണം ബാക്കി നിൽക്കുന്നത്. അതിലൊന്ന് വയനാടാണെന്നുള്ളതാണ് ആ സ്ഥലത്തിന്റെ. കേരളത്തിന്റെ വേറെ ഒരു ഭാഗത്തും അത് കാണില്ല. ഇല്ല, ഇപ്പൊ എവിടെയോ കണ്ണൂർ ഒറ്റപ്പെട്ട ഒരു സൈറ്റോ മറ്റേ കണ്ണൂർ ജില്ലയിലെ ആ ഭാഗത്തെവിടെയോ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ മുമ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു ഇടുക്കി ജില്ലയുടെ കിഴക്കൻ ചെരുവിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു. ഒരു 1970 വരെയൊക്കെ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അഞ്ചനാട് വാലി, ഇപ്പൊ ഇടുക്കിയുടെ കിഴക്കുള്ള വരണ്ട കാടുകളിൽ എല്ലാം പറഞ്ഞിരുന്നല്ലോ. അതായത് ഇപ്പോൾ കഴുകന്മാര് 2 തരത്തിലുള്ളത്. ഓൾഡ് വേൾഡ് വൾച്ചേഴ്സ്, ന്യൂ വേൾഡ് വൾച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 2 തരത്തിലുണ്ട്. ഒന്ന് എക്സിപിറ്റഡി എന്ന് പറയുന്ന ഫാമിലി, നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയിലും അല്ലെങ്കിൽ ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലൊക്കെ ഉള്ളവര് ഓൾഡ് വേൾഡ് വൾച്ചേഴ്സ് ആണ്. മറ്റൊന്ന് കെത്താട്ടിഡി എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന ന്യൂ വേൾഡ് വൾച്ചേഴ്സ്, അവർ അമേരിക്കൻ വൻകരയിലുള്ളത്. ഇവിടെ രസകരമായിട്ടുള്ള പരിണാമ ചരിത്രം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ കാണുന്ന കഴുകന്മാര് സിക്കോണിഡേ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റോർക്കുകളുടെ ഒക്കെ ചേർന്ന് നിൽക്കുന്നവരാ. ഇവിടെയുള്ളവര് നമ്മുടെ ഹോക്കുകളോടും പരുന്തലോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. പരിണാമപരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡ് വേൾഡ് വൾച്ചേഴ്സ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കഴുകന്മാര് കൂടുതലും കാഴ്ചയാണ് ആശ്രയിക്കുന്നത് ഇരയെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ വലിയ കാഴ്ചശക്തി ഉണ്ട് അവർക്ക്. ഇപ്പൊ അമേരിക്കൻ കഴുകന്മാർക്ക് അലച്ചല്ല ടർക്കി കഴുകനൊക്കെ അവർ രണ്ടും ഉപയോഗിക്കും, കാഴ്ചയും സ്മെല്ലും ഉപയോഗിക്കും. അച്ഛനോട് അടഞ്ഞ കാടുകളാണ്. അപ്പൊ അതിനടിയിലൊക്കെ ഉണ്ടെങ്കിൽ സ്മെല്ല് എന്ന് പറയുന്ന ഒരു സെൻസും കൂടെ അവർക്ക് കൂടുതൽ ഡെവലപ്ഡ് ആണ്. ഇവിടെ വിഷനാണ് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, അവരെ ആശ്രയിക്കുന്നതും. അപ്പോൾ ഇപ്പൊ അജയണം പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കഴുകന്മാർ വല്ലാത്ത രീതിയിൽ നശിച്ചുപോയ സമയത്ത് കഴുകന്മാർ ബാക്കി നിന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോപ്പുലേഷൻ എന്ന് പറയുന്നത് നീലഗിരി കുന്നിന് ചുറ്റുമുള്ള ഇല പൊഴിയുന്ന വരണ്ട കാടുകളാണ്. വയനാട് വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന കാടുകളാണ്. ഓക്കെ, ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ആയിട്ടുള്ള കാടാണ്. അവരെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഫുഡ് റിസോഴ്സ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ പോയിസൺ അല്ലെങ്കിൽ കൂടുതലായിട്ട് വരാം, ഡൈക്ലോഫിനാക്ക് പോലുള്ള എന്തുകൊണ്ടാണ് കഴുകന്മാർ ആയത് എന്നുള്ളതിലേക്ക് വരാം. ഇതൊക്കെ വന്ന് കഴുകന്മാരില്ലാതായി പോയപ്പോഴും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ റേഞ്ചിൽ നിന്ന് മുഴുവൻ കഴുകന്മാരില്ലാതായി പോയപ്പോഴും ഇവിടെ മാത്രം ബാക്കി വന്നു. എന്താ വെച്ചാൽ ഇത് കൂടുതലും ആശ്രയിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് കാട്ടിനകത്തു നിന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മറ്റ് പോയിസൺസ് ഒന്നും അവരുടെ ശരീരത്തിൽ എത്താനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഒപ്പം മറ്റെന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാൻഡ്സ്കേപ്പിൽ തന്നെ സംഭവിച്ചൊരു കാര്യം, ഇപ്പോൾ ഞാൻ എൻ്റെ ഡെസർട്ടേഷൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മോയാർ എന്ന് പറയുന്ന ഒരു താഴ്വാരത്ത്. പാചേട്ടൻ പറഞ്ഞ വയനാട് ജില്ലയുടെ അല്ലെങ്കിൽ വയനാട്ടിലെ കാടുകൾക്കും കിഴക്കുള്ള വളരെ വരണ്ട പ്രദേശമാണ്. അപ്പോൾ അവിടുത്തെ കഴുകന്മാരുടെ കൂടുകളുടെ വിതരണവും അവരുടെ ഒരു ജനറലി എങ്ങനെയാണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതും എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക സ്ഥലങ്ങളും മരങ്ങളും അവർ കൂട് വയ്ക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതായിരുന്നു പഠന വിഷയം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
മുൻപ് ഈ മോയാർ താഴ്വാരം എന്ന് പറയുന്നത് ഇന്ന് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്, മുതുമലയുടെയും സത്യമംഗലത്തിൻ്റെയും ഒക്കെ ഭാഗങ്ങളായിട്ട് കിടക്കാം. മുൻപ് പ്രൊട്ടക്റ്റഡ് ഏരിയ അല്ലാതിരുന്ന കാലത്ത് അവിടെ നിറയെ കന്നുകാലികൾ ഉണ്ടായിരുന്നു. അതിനെ പട്ടീസ് അല്ലെങ്കിൽ കാറ്റിൽ പെൻസ് എന്ന് പറഞ്ഞിട്ട് വലിയ കെട്ടിക്കൂട്ടി അതിനുള്ളിൽ കുറേ കന്നുകാലികൾ നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഇത്. അപ്പോൾ ഇവിടെ നിന്ന് ചത്തു വീഴുന്ന കന്നുകാലികളൊക്കെ കഴിച്ചിരുന്നത് അവിടെയുള്ള കഴുകന്മാരായിരുന്നു. ഇത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഫുഡ് സോഴ്സ് ആയിരുന്നു ഈ ഇവിടുത്തെ കഴുകന്മാരുടെ. ഇപ്പൊ നമുക്ക് ഏറ്റവും അധികം കൂടുകളുള്ളത് ഈ മോയാർ താഴ്വാരത്തും സിഗൂർ പീഠഭൂമിയിലൊക്കെയാണ്. അവരുടെ തുടർച്ചക്കാരാണ്. അത്തരത്തിൽ തന്നെയാണ്. അതിനും ഇതും ഒരു ബന്ധമുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ വന്യജീവികൾ, മരിച്ചു വീഴുന്ന വന്യജീവികളും കഴിച്ചിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കൺസർവേഷൻ ലാൻഡ്സ്കേപ്പായി മാറിയ സമയത്ത് ഈ കാറ്റിൽ പറ്റീസ് പെൻസ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഒഴിവാക്കുകയും കന്നുകാലികൾ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് മാറ്റപ്പെടുകയും ചെയ്തു. ആ സമയത്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവിടുത്തെ ഹെർബിവോസിന്റെ പോപ്പുലേഷനും കാർണിവോസിന്റെ പോപ്പുലേഷൻസ് ഒക്കെ മെല്ലെ റിക്കവർ ചെയ്യാൻ തുടങ്ങി. വയനാട്ടിലും മുതുമലയിലും നാഗർഹോളിലും ഒക്കെയുള്ള ഈ കാർണിവോർ ആൻഡ് ഹെർബിവോർ പോപ്പുലേഷൻ റിക്കവർ ചെയ്തു വന്നു. പിന്നീട് സ്വാഭാവികമായിട്ടും അവരുടെ പ്രധാനമായിട്ടുള്ള ഫുഡ് സോഴ്സ് എന്ന് പറയുന്നത് ഇരപിടിയന്മാർ പിടിച്ചതോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മരണപ്പെട്ടതോ ആയിട്ടുള്ള ലാർജ് കാർണിവോർസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തുള്ള പോയിസൺ ഒക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞ് ഫ്യൂച്ചറിലേക്ക് അവർ നശിച്ചില്ലാതായ സ്ഥലങ്ങളിലേക്ക് റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോപ്പുലേഷനായിട്ട് ഇത് മാറിയേക്കാണ്. ഒപ്പം തന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീഫ് കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ് ആണല്ലോ ഇപ്പോൾ കേരളം. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണെങ്കിലും കന്നുകാലികൾ ഇങ്ങോട്ട് വരുന്നു. മുൻകാലങ്ങളിൽ അവർ പുറത്തൊക്കെ കന്നുകാലികളൊക്കെ മറവ് ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തിടുകയോ ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും കാടിനകത്തുള്ള ജീവികളെ ആശ്രയിക്കണം എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു തരത്തിൽ ഒരു അഡ്വാൻറ്റേജ് ആണ്. അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരാം എന്തുകൊണ്ടാണ് അവർ ഇല്ലാതായി പോയെന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ വയനാടിന്റെ നമ്മുടെ ഒരു ഹൈജീൻ പ്രാക്ടീസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണക്ഷൻ കൂടി ഉണ്ട് ആക്ച്വലി ഇതില്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ പശുക്കളെ കൊണ്ടുപോയിട്ട് ഓപ്പൺ ആയിട്ട് ഇടുന്ന സ്ഥലങ്ങൾ പോലെ നമ്മുടെ ഇവിടെയൊന്നും അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇവിടെ ഇല്ല തൊട്ടടുത്തൊന്നും. അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ വൈൽഡ് ആയിട്ടുള്ള അവൈലബിലിറ്റി കൂടുതലുണ്ട്. അല്ലാതെ നമ്മൾ കൊണ്ടുപോയിടുന്ന മീറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതകൾ കുറവായിരുന്നു ഈ കാലങ്ങളിലൊക്കെ. അത് നമ്മുടെ ഒരു ഹൈജീൻ പ്രാക്ടീസിന്റെ ഒക്കെ കൂടി ഉണ്ട് അതില്. ഈ കാടിനകത്ത് എന്തൊക്കെ തരം എല്ലാ ചത്തുപോകുന്ന എല്ലാ മൃഗങ്ങളെയും ഈ ഇത് കഴിക്കോ? പൊതുവേ ഈ ഒരു നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് തന്നെ സസ്തനികളായിട്ടുള്ള നല്ലൊരു വൈവിധ്യം ഉണ്ട്. കാട്ടുപോത്ത്, മാന്, അതുപോലെയുള്ള ചെറിയ ജീവികൾ തൊട്ട് വലിയൊരു വൈവിധ്യം തന്നെ നമ്മുടെ ഈ ഒരു നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഉള്ളിലുണ്ട്. എസ്പെഷ്യലി കഴുകനെ സംബന്ധിച്ച് മൃതദേഹം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സോഴ്സസ് നിന്ന് കിട്ടുന്ന ഒരു വസ്തുവല്ല. അപ്പൊ ഒരുപാട് ദൂരങ്ങളിലൂടെ ഇങ്ങനെ പറക്കണ സമയത്ത് നന്നായിട്ട് കാണാൻ കഴിയുന്ന താഴെയുള്ള ജീവികളെ കണ്ടെത്തുകയും ഇവരുടെ ഒരു സോഷ്യൽ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ കഴുകന്മാരും കൂടിയിട്ട് ഒരുമിച്ച് ഒരു കാർക്കസ് തിരഞ്ഞിട്ട് ഇറങ്ങുക അങ്ങനെ ഒരു രീതി ആയിരിക്കില്ല ഒരു പക്ഷെ. പല സ്ഥലങ്ങളിലൂടെ വട്ടമിട്ട് പറക്കണ സമയത്ത് ഒരു കഴുകൻ താഴെയുള്ള മൃതദേഹങ്ങളെയും നോക്കുന്നുണ്ടാവും, മറ്റു കഴുകനെയും കൂടി നോക്കുന്നുണ്ടാവും. കാരണം അവൻ അവിടെ നിന്ന് നോക്കിയിട്ട് താഴെ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ട് ഒരു കഴുകൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ദൂരെ പറക്കുന്നവരും ഒരുമിച്ച് ഇതേ സ്ഥലത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് ഒരു മൃതദേഹത്തിന്റെ അടുത്തേക്ക് ഒരുമിച്ച് ഒരുപാട് പേര് എത്തുക. ചിലപ്പോൾ ഒരു ചെറിയ പുള്ളിമാന്റെ മൃതദേഹത്തിൽ തന്നെ എത്തുന്ന 100-ലധികം കഴുകന്മാരുണ്ടാവും ഒരൊറ്റ തവണ തന്നെ. വളരെ പെട്ടെന്ന് തന്നെ ഒരു മൃതദേഹം കഴിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ നീലഗിരി ബയോസ്ഫിയർ റിസർവിൽ മാന്, കാട്ടുപോത്ത് പോലുള്ള എസ്പെഷ്യലി ആന പോലുള്ള വലിയ ജീവികളൊക്കെയാണ് ചത്ത് കിടക്കുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്ന മൃതദേഹത്തിന്റെ അളവ് വലിയതായിരിക്കും. ഭക്ഷണം കുറച്ചുകൂടി വലുതായിരിക്കും. പിന്നെ മുൻകാലങ്ങളിൽ ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു മൃഗം ചാവുകയാണെങ്കിൽ നമ്മുടെ ഒരു മാനേജ്മെന്റ് രീതി എന്ന് പറയുന്നത് അതിനെ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ദഹിപ്പിക്കുകയോ ചെയ്യുന്നതായിരുന്നു. പിന്നീട് അടുത്ത കാലത്ത് ആളുകൾ പഠനത്തിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകന്മാരെ സംബന്ധിച്ച് ഇത് പ്രധാനപ്പെട്ട ഒരു റിസോഴ്സ് ആണെന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ വനം വകുപ്പാണെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവികൾ മരണപ്പെടുകയാണെങ്കിൽ അത് ആനയോ ഏത് വന്യജീവിയാണെങ്കിലും അവർ കാട്ടിനുള്ളിൽ മറവ് ചെയ്യാതെ അത് കഴുകന്മാർക്ക് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അവർ ആ ഒരു പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യരെയും കഴുകന്മാരെ ആഹാരമാക്കുന്ന കൾച്ചേഴ്സ് ഇല്ലേ, അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഇല്ലേ ഇവിടെ ഇന്ത്യയില്? ഇന്ത്യയിൽ മാത്രമല്ല, ആക്ച്വലി ഇറാനിലുള്ള സ്വരാഷ്ട്രീയ മതവിശ്വാസികൾക്കിടയിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടായിരുന്നു മൃതദേഹങ്ങൾ കഴുകന് ഭക്ഷണമായിട്ട് നൽകുക എന്നുള്ളൊരു പ്രാക്ടീസസ്. നമ്മൾ ചെയ്യുന്നത് പോലെ മൃതദേഹങ്ങൾ മറവ് ചെയ്യുകയോ അല്ലെങ്കിൽ ദഹിപ്പിക്കുകയോ ചെയ്യുന്നതിന് പകരമായിട്ട് സ്വരാഷ്ട്രീയ മതവിശ്വാസികൾക്കിടയിൽ അവര് ഏകദേശം 20-ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ ആ പ്രാക്ടീസസ് അവിടെയൊക്കെ നിന്നുപോയിട്ടുണ്ട്. പക്ഷേ
5-ാം നൂറ്റാണ്ട് തൊട്ടൊക്കെയുള്ള രേഖകളിൽ എസ്പെഷ്യലി ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ സ്വരാഷ്ട്രീയ മതവിശ്വാസികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടീസസിനെ കുറിച്ച് പറയുന്നുണ്ട്. 9-ാം നൂറ്റാണ്ടുകളിൽ അവർ അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബറിയൽ സൈറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. എസ്ത് പ്രവിശ്യകളിലൊക്കെ ഇറാനിൽ ഇപ്പോഴും അത്തരം സൈറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ തുടർച്ചയായിട്ട് ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള സ്വരാഷ്ട്രീയ മതവിശ്വാസികളുടെ തുടർച്ചയായിട്ടുള്ള പാഴ്സി മതവിശ്വാസികൾ അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വെള്ളം, തീ, മണ്ണ് എന്നൊക്കെ പറയുന്നത് വളരെ പവിത്രകരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയും അതിനെ മല്ലപ്പെടുത്തുകയും ചെയ്യരുതെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. പിന്നെ ജീവന്റെ തുടർച്ചയായിട്ടുള്ള ഇവിടുന്ന് ചെയ്ത പാപങ്ങളൊക്കെ ഇല്ലാതെയായി പുറത്തു പോകാനുള്ളതിന് വേണ്ടിയിട്ട് കഴുകൻ ആഹരിച്ചു പോകണം എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. അപ്പം മൃതദേഹങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുകൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് നിശബ്ദ ഗോപുരങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഇത്തരം സ്ഥലങ്ങളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയും അവിടുന്ന് വസ്ത്രങ്ങൾ മാറ്റി കഴുകന് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് അത്തരം സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് മുംബൈയിലൊക്കെ പാഴ്സി മതവിശ്വാസികൾ ഒരുപാട് തിങ്ങി നിൽക്കുന്ന മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ ഇന്ന് ഇതിനെ ആഹരിക്കാൻ വേണ്ടിയിട്ട് കഴുകന്മാർ എത്തുന്നില്ല. അപ്പൊ അവരുടെ പ്രാക്ടീസസ് തന്നെ അവർ മാറിയിട്ട് പുതിയ രീതിയിലേക്ക് അവർ മാറി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ വിശ്വാസമായിട്ട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും ആത്മശാന്തി ലഭിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നിശബ്ദ ഗോപുരങ്ങളിൽ കഴുകന് ആഹാരമായിട്ട് നൽകുന്നതാണ്. അവർ മാത്രമല്ല, ടിബറ്റിലെ ബുദ്ധമത വിശ്വാസികൾക്കിടയിലും സ്കൈ ബറിയൽ എന്ന് പറയുന്ന ഇത്തരം ഒരു പ്രാക്ടീസസ് ഉണ്ട്. അവരും മൃതദേഹങ്ങൾ കൊണ്ടുപോയിട്ട് ടിബറ്റിലെ ഉയർന്ന സ്ഥലങ്ങളിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോയിട്ട് ഈ കഴുകന് ആഹാരമായിട്ട് നൽകുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഏറ്റവും നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയിട്ടായിട്ടുണ്ട് ഈ സ്കൈ ബറിയൽ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ പോവുക കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കൂടുണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ? കഴുകന്മാരുണ്ടാക്കുന്ന കൂടുകള് മേലാപ്പുകളിലാണ് അല്ലെ? എങ്ങനെയാണ് അവരുടെ കൂടുകള്? അവർ താമസിക്കുന്നത് എങ്ങനെയാണ്? എത്രത്തോളം ഹൈറ്റിലാണ് താമസിക്കുക? സ്ഥിരമായിട്ട് ഒരു മരത്തിൽ കൂട് വയ്ക്കുകയാണെങ്കിൽ മരത്തിൽ കൂട് വയ്ക്കുന്നതും ഉണ്ട്, ഈ ക്ലിഫുകളിൽ കൂട് വയ്ക്കുന്ന കഴുകനും ഉണ്ട്. അപ്പൊ നമുക്ക് വയനാട്ടിലുള്ള കഴുകൻ വെക്കുകയാണെങ്കിൽ അത് മരത്തിൽ കൂട് വയ്ക്കുന്നതാണ്. അത് അപ്പൊ അതിന് സ്ഥിരമായിട്ട് വയ്ക്കുന്ന ആ മരം തന്നെ തിരഞ്ഞെടുക്കുള്ളൂ. അതിൽ തന്നെ നീണ്ട കാലം തുടർച്ചയായിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. അപ്പൊ എന്തെങ്കിലും എങ്ങനത്തെ കൂട് വലിയ നല്ല വലിപ്പത്തിലുള്ള സാധാരണ ഈ വലിയൊരു കോപ്പക്കൂട് പോലത്തെ വലിയ വലിപ്പം ഉണ്ടാവും. കഴുകൻ വലിയ വലിപ്പമുള്ള പക്ഷിയാണ്, നല്ല വലിപ്പമുള്ള പക്ഷി ആയതുകൊണ്ട് അതിനിരിക്കാവുന്ന വലിപ്പത്തിൽ വിസ്തൃതമായിട്ടുള്ള ഒരു കൂടാ. അപ്പൊ അതിന് പറ്റിയൊരു മരമായിരിക്കും. അതിനകത്ത് കൂട് വയ്ക്കും. വർഷത്തിൽ ഒരു മുട്ടയെ ഇടുകയുള്ളൂ, ഒറ്റ മുട്ട മാത്രം, ഒരു മുട്ട. അപ്പൊ നല്ല വലിപ്പം ഉണ്ടാവും. പിന്നെ അത്ര പ്രധാനപ്പെട്ട ഒരു മുട്ടയാണ്. അടയിരുന്നിട്ട് ഒറ്റയ്ക്കെന്ന് വെച്ചാൽ അടയിരിക്കുമ്പോ മറ്റതും ഉണ്ടാവുമായിരിക്കും, കൂടെ ഉണ്ടാവും. ആണും പെണ്ണും കൂടിയാണല്ലോ ഈ സംഗതികൾ. ഒരു മരത്തിൽ തന്നെ കുറെ കൂടൊക്കെ ഉണ്ടാവോ? ഞാൻ പഠിച്ച സമയത്ത് മനസ്സിലായില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വയനാട്ടിലല്ല പഠിച്ചിട്ടുണ്ടായിരുന്നു, സിഗൂർ പീഠഭൂമിയിൽ, തമിഴ്നാട്ടിലെ സിഗൂർ പീഠഭൂമിയിലായിരുന്നു. അവിടെയാണ് ഈ നീലഗിരി ജൈവമേഖലയിൽ ഏറ്റവും അധികം കഴുകന്മാർ കൂടി വയ്ക്കുന്ന സ്ഥലം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പട്ടീസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സിരിയൂർ എന്നും ജഗലിക്കടവ് എന്നും പറഞ്ഞിട്ട് 2 സ്ഥലങ്ങളുണ്ട്. സിഗൂർ പീഠഭൂമിയിൽ 2 അരുവിയുടെ കരയിലുള്ള 2 കോളനികളാണ്, കഴുകൻ കോളനികളാണ്. അപ്പൊ അതില് ഒരു 40 മുതൽ 50 വരെയൊക്കെ കൂടുതലുണ്ടാവും ഈ 2 കോളനികളിലും കൂടിയിട്ട്. അപ്പൊ ചില മരങ്ങളിൽ 4-5 കൂടുതലുണ്ടാവും. അപ്പോൾ അവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ കാടുകൾ പോലെയല്ല. അവിടെ ഉയരമുള്ള മരങ്ങളെല്ലാം പുഴയോരത്ത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വരണ്ട കാടായതുകൊണ്ട് ഉയരമുള്ള മരങ്ങളെ ഇല്ല. എന്ന് വെച്ചാൽ മഴനിഴൽ പ്രദേശമാണ്. അപ്പോൾ കഴുകന്മാർ കൂട് വയ്ക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഈ പുഴയോരത്തുള്ള ഉയരമുള്ള മത്തിമരങ്ങളാണ്. മത്തി ടെർമിനലി അർജുന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരം. അപ്പം അതിനൊപ്പം തന്നെ പിന്നെ മാവും ഒക്കെ ഉണ്ട്. പക്ഷെ രസകരമായിട്ടുള്ള കാര്യം ഇതിൽ തന്നെ നോക്കിയ സമയത്ത് മനസ്സിലായിട്ടുള്ളത് ഏറ്റവും ഉയരമുള്ള മത്തിമരങ്ങളാണ് അവർ തിരഞ്ഞെടുക്കുക. അതിൽ തന്നെ ബ്രാഞ്ച് തുടങ്ങുന്നത്, ഫസ്റ്റ് ബ്രാഞ്ച് ഉണ്ടല്ലോ, നിലത്ത് നിന്നുള്ള ഫസ്റ്റ് ബ്രാഞ്ച് തുടങ്ങുന്നത് തന്നെ ഒരു 8 മീറ്റർ 9 മീറ്റർ ഒക്കെ ഹൈറ്റിലാണ്. അത്ര വലിയ മരങ്ങളാണ്. അതിന് മറ്റൊരു സ്ട്രാറ്റജി കൂടി ഉണ്ടാവാം. അതായത് ഇപ്പൊ ഒരു പ്രിഡേറ്ററിന് എളുപ്പത്തിൽ കയറാൻ പറ്റാത്ത തരത്തിലായിരിക്കും അതിന് ആദ്യത്തെ ബ്രാഞ്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വലിയ കൂടുകളാണെന്ന് പറഞ്ഞല്ലോ, കഴുകനും നല്ല വെയിറ്റ് ഉള്ള പക്ഷിയാണ്, കൂടും നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ മിക്കവാറും വർഷങ്ങളിലും ലൈക്ക് ഒരു കൂടുണ്ടായി കഴിഞ്ഞാൽ പിറ്റേ വർഷം അത് തന്നെ യൂസ് ചെയ്യും, ഈ കൂട് തന്നെ യൂസ് ചെയ്യും. അപ്പൊ അതിനൊന്ന് പുതുക്കി പണിത് അതിന്റെ മേലെയാണ് അടിയിരിക്കുക. അപ്പോൾ ബ്രാഞ്ചിലുള്ള ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറും ഇതിന് പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ വലിയ കൂടിയിരിക്കുന്ന തരത്തിലുള്ള ഒരു 2-3 ബ്രാഞ്ചുകൾ പോയിട്ടുള്ള അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ് അവർ പ്രിഫർ ചെയ്യുക. അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പൊ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ വയനാടും അല്ലെങ്കിൽ ഈ പറഞ്ഞ മോയാർ താഴ്വാരത്തോ സിഗൂർ പീഠഭൂമിയിലൊക്കെ നിറയെ കഴുകന്മാരുടെ കൂടുതൽ ഉണ്ടായിരുന്നു. പക്ഷെ അടുത്ത കാലത്തായിട്ട് ഈ സിരിയൂരും ജഗലിക്കടവുള്ള കൂടുകൾ മെല്ലെ ഇല്ലാതായി പോയിട്ടുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് അവർ നശിച്ചുപോയി എന്നുള്ളതല്ല, ആളുകളുടെ ഏതൊക്കെയോ തരത്തിലുള്ള ഡിസ്റ്റർബൻസുകളുണ്ട്.
അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് വേറെ ഏതൊക്കെയോ സ്ഥലങ്ങളിലേക്ക് അവർ മാറുന്നുണ്ട്. അപ്പോൾ വയനാട്ടിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ കഴുകൻകൊല്ലി എന്നൊക്കെ പറയുന്ന സ്ഥലം നമ്മളിവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റൈപ്പീരിയൻ ഫോറസ്റ്റിൽ മാത്രം ഉയർന്ന മരങ്ങളുള്ള തരത്തിലല്ല കാടിന്റെ ഒരു വിന്യാസം, അല്ലെങ്കിൽ മരങ്ങളുടെ വലിയ മരങ്ങളുടെ വിന്യാസം. കാട് മുഴുവൻ വലിയ എല്ലാ സ്ഥലത്തും വലിയ മരങ്ങളുണ്ടല്ലോ. അപ്പൊ അതിൽ തന്നെ ഉയരമുള്ള മരങ്ങളിലാണ് ഇവർ കൂടുവയ്ക്കുക. സ്ഥിരമായിട്ടുള്ള ആളുകൾ കടന്ന് കയറ്റങ്ങളോ അത് എന്തിനുമാവാം, അത് ടൂറിസത്തിന്റെ പേരിലാവാം, അല്ലെങ്കിൽ കാട്ടുതീ പോലുള്ള മറ്റു ഡിസ്റ്റർബൻസുകളാവാം, അത് ചിലപ്പോൾ ഗവേഷണത്തിന് തന്നെ ആവാം. അത്തരത്തിലുള്ള ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകുന്ന സമയത്ത് അവർ ആ സ്ഥലത്ത് ഉപേക്ഷിച്ച് മെല്ലെ മാറി മറ്റേതോ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ലേ, ഓൾഡ് വേൾഡ് ന്യൂ വേൾഡ് എന്ന് പറയുന്ന സംഗതി. മൊത്തത്തിൽ എത്ര തരം കഴുകന്മാരാ ഉള്ളത്? ഇതിന്റെ ഇങ്ങനെ ഒരു ഡിവിഷന്റെ കൃത്യം കാരണം എന്താണ്? നമുക്ക് ലോകത്തിലിപ്പം മൊത്തം 23 ഇനം കഴുകന്മാരാണുള്ളത്. അതിൽ പഴയ ലോക കഴുകന്മാർ എന്ന് പറയുന്ന 16 ഇനങ്ങളും അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ മാത്രം കാണപ്പെടുന്ന 7 ഇനം കഴുകന്മാർ. അത് രണ്ടും വേറെ വേറെ പരിണാമ വഴികളിലൂടെ വന്നതാണ്. ഈ കോൺവെർജന്റ് എവല്യൂഷൻ അതിനെ പറയുക. അതായത് ഇപ്പോഴത്തെ കഴുകനെ നോക്കി കഴിഞ്ഞാൽ അവിടെയുള്ള കഴുകനും ഇവിടെയുള്ള കഴുകനും ഒരേ ധർമ്മം തന്നെയാണ് ചെയ്യുന്നത്. ശവങ്ങളെ ആഹരിക്കുക, അത് പ്രകൃതിയിലേക്ക് ചേർക്കുക എന്നുള്ള ഒരു ധർമ്മം. പക്ഷെ ഇവർ രണ്ടും വേറെ ഏതോ പാരമ്പര്യങ്ങളിൽ നിന്ന് വന്ന, ഈ മുമ്പ് വേറെ ഏതോ ജോലി ചെയ്തുകൊണ്ടിരുന്ന പക്ഷിവർഗം പരിണമിച്ച് കഴുകനായി. അത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശവങ്ങൾ ലഭ്യമാണ്. അപ്പൊ ശവങ്ങൾ തിന്നുന്ന ജീവികൾ വേണം. വേറെ വഴികളിൽ നിന്ന് പരിണമിച്ച് വന്നിട്ട് കഴുകനായിട്ട് മാറുകയാണ് ചെയ്തത്. ഇത് വേറൊരു വഴിയിൽ നിന്ന് പരിണമിച്ച് വന്നിട്ട് കഴുകനായി. അത് മുമ്പ് വേറെ എന്തൊക്കെയോ ചെയ്തിരുന്ന പക്ഷികൾ പരിണമിച്ച് കഴുകനായിട്ട് മാറി. ഇവിടുത്തെ കഴുകന്മാരും പരുന്തുകളും ഒരേ വഴിയിലുള്ളതാ. ആക്സിപിറ്ററിയുടെ എന്ന് പറഞ്ഞ കുടുംബം നേരത്തെ പറഞ്ഞല്ലോ, അത് കഴുകനും പരുന്തും തമ്മിൽ ബന്ധമുണ്ട് പരിണാമപരമായിട്ട്. അവിടെയുള്ള കഴുകന് ഈ പരുന്തുമായിട്ട് ആദ്യം ഇതിൽ തന്നെ പെട്ടതാണെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. അത് ആ ക്ലാസ്സിലാണ് പെടുത്തിക്കൊണ്ടിരുന്നത്. അതിനെ ഫാൽക്കോണി ഫോംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് പെടുത്തി ആ ഓർഡറിലാണ് ഇതുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ അത് മാറ്റി. ഈ പുതിയ പഠനങ്ങൾ വരുമ്പോൾ ഇതിനെ തർക്കങ്ങളും ഇതൊക്കെ ഉണ്ടാവില്ലോ ശാസ്ത്രത്തിന്റെ ലോകത്ത്. അപ്പൊ ഇതിനകത്ത് മാറ്റിയിട്ട് പിന്നെ കുറച്ചു കാലം ഈ സ്റ്റോർക്കുകളുമായിട്ടാണ് വലിയ ബന്ധം എന്ന് പറഞ്ഞു. ഈ ന്യൂ വേൾഡ് കഴുകന്മാർക്ക് സ്റ്റോർക്കുകളുമായിട്ടാണ് വലിയ ബന്ധം എന്ന് പറഞ്ഞു. പിന്നെയും കൂടുതൽ പഠനങ്ങൾ വരുമ്പോഴും ഈ ജനിതകമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയും അല്ല എന്ന് പറയുന്നു. ഇപ്പൊ അതിനകത്ത് ഭയങ്കര തർക്കം നിലനിൽക്കുന്നുണ്ട് ഈ ന്യൂ വേൾഡ് കഴുകന്മാരെ കുറിച്ച്. അത് എന്തിനാണ് പെടുത്തുന്നത് എന്നുള്ള രൂപത്തിൽ വലിയ വ്യത്യാസം ഉണ്ടോ? രൂപത്തില് പുറമെയുള്ള രൂപത്തില് വലിയ വ്യത്യാസമില്ല. അത് ഒരേ ധർമ്മം ചെയ്തിട്ട് ഒരേ രൂപത്തിലായി. ഇപ്പൊ ഈ സൂചിമുഖികളിലെ ഇവിടുത്തെ സൂചിമുഖികള് തേൻ കുടിക്കുന്നു. അവിടെയാണെങ്കിൽ ഹമ്മിങ് ബേർഡ്സ് തേൻ കുടിക്കുന്നത്. കണ്ടന്റ് ഏകദേശം നമുക്ക് ഒരുപോലെ കളർഫുൾ ആയിട്ടൊക്കെ ഉള്ള ഒരേ ധർമ്മമാണ് ചെയ്യുന്നത്. പക്ഷെ അത് രണ്ടും വേറെ വേറെ വഴികളിൽ പരിണമിച്ചിട്ടുണ്ടായതാ. ഇവിടുത്തെ സൂചിമുഖികളുടെ രീതി അതല്ല. ഹമ്മിങ് ബേർഡ്സ് അവര് ഈ നമ്മുടെ ഇവിടുത്തെ ഈ സ്വിഫ്റ്റുകളിലെ ചരപ്പക്ഷികൾ എന്നൊക്കെ പറയുന്നത്, മഴപ്പുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് പറക്കുന്ന കണ്ടിട്ടില്ലേ, ആ വഴിയിൽ നിന്ന് വന്നതാ അത്. പക്ഷെ രണ്ടും ഒരേ ധർമ്മമാണ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ സ്റ്റോക്കുകളിൽ നിന്നാണ് വന്നതെങ്കിലും ഇപ്പോൾ ഇവിടെയുള്ള കഴുകന്മാർ, ഇപ്പോൾ ഓൾഡ് വേൾഡ് കഴുകന്മാരും ന്യൂ വേൾഡിലുള്ള കഴുകന്മാരും ഇപ്പോൾ കാഴ്ചക്ക് ഏകദേശം ഒരുപോലെ. കഴുത്തിൽ തൂവലുകളില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്കസ് കഴിക്കാനുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ്. ഒപ്പം തന്നെ അതിന്റെ സ്റ്റൊമക് ആസിഡ് ഭയങ്കര സ്ട്രോങ് ആണ്. ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് മറ്റു ചില വ്യത്യാസങ്ങൾ. ഇപ്പോൾ ന്യൂ വേൾഡ് വൾച്ചറിലുള്ള കഴുകന്മാരാണെങ്കിൽ അവർക്ക് ഇപ്പോൾ അടഞ്ഞ കാടുകളിൽ കൂടെ ജീവിക്കുന്നവരായതുകൊണ്ട് അതിൽ ചില കഴുകന്മാർക്ക് ഘ്രാണശക്തി കൂടുതലാണ്. സെൻസ് ഓഫ് സ്മെൽ എന്ന് പറയുന്നത് കൂടുതലായിട്ടുണ്ട്. പിന്നെ മറ്റു ചില അഡാപ്റ്റേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബോഡിയിലെ ടെമ്പറേച്ചറിനെ കുറയ്ക്കണമെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് യൂറോ ഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അവർ സ്കെയിലി ആയിട്ടുള്ള അവരുടെ കാലുകളിൽ അവർ യൂറിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുകയോ ഒക്കെ ചെയ്യും. ഇത് അവരുടെ ബോഡിയുടെ ടെമ്പറേച്ചറിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അത് പക്ഷേ ഓൾഡ് വേൾഡിലുള്ള കഴുകന്മാർ ചെയ്യാറില്ല, ഒട്ടും ചെയ്യാറില്ല. അത്തരത്തിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ. പക്ഷെ റാഗി പറക്കുക എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതേ സ്ട്രാറ്റജി തന്നെയാണ് അവരും യൂസ് ചെയ്യാറ്. ഈ അഡാപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴുകന്മാരിൽ പറയുമ്പോൾ ഈ രണ്ട് പഴയ ലോക പുതിയ ലോക കഴുകന്മാരുടെ ഇടയിലുള്ള വ്യത്യാസങ്ങളിൽ അവിടുത്തെ ആവാസ വ്യവസ്ഥയിലെ മറ്റ് ജീവികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഭയങ്കര രസമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഇരപിടിയന്മാരായിട്ടുള്ള ആളുകൾ, കടുവ, പുലി പോലുള്ള മാംസഭുക്കുകളായിട്ടുള്ള ജീവികൾ വേട്ടയാടിയിട്ടുള്ളതിന്റെ അവശിഷ്ടവും ഒക്കെ ഇവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് നമുക്കിവിടെ. പക്ഷെ അവിടെ ഒരു അടഞ്ഞ കാടിന്റെ ഉള്ളില് ചിലപ്പം ഇവിടെ ഉള്ളതുപോലെ വലിയ ജീവികളെ, സസ്തനികളെ കിട്ടാനുള്ള പ്രയാസം ഉണ്ടാവും. ചെറിയ സ്ലോത്തുകള്, കുരങ്ങുകള് പോലുള്ള ജീവികളെയൊക്കെ ചത്ത് കിടക്കുന്നത് കിട്ടാനുള്ള സാധ്യതയായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പം അതിൽ വേറെ രസകരമായിട്ടുള്ള പാരിസ്ഥിതിക ബന്ധങ്ങളും കൂടി ഉണ്ട്. ഈ കഴുകന്മാരും മറ്റ് ജീവികളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ബന്ധങ്ങളും നമുക്ക് ഈ പുതിയ ലോക കഴുകന്മാരിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്.
ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ജീവി ചത്ത് കിടക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ ഡിപ്റ്ററ പോലുള്ള ഈച്ചകൾ വന്നിട്ട് മുട്ടയിടുകയും അത് അഴുകി പോകാനുള്ള സാധ്യത പെട്ടെന്ന് തന്നെ ഇതിലൊരു ഇത് നടന്ന് ഡികമ്പോസിഷൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. പക്ഷെ അവിടെയുള്ള ഒരുതരം ഈച്ചകൾ ഈ ചത്ത് കിടക്കുന്ന ജീവികളുടെ ശരീരത്തിലേക്ക് മുട്ടയിടുന്ന സമയത്ത് അവിടെയുള്ള ഒരു കൂട്ടം ഉറുമ്പുകൾ ഈ ഈച്ചകളുടെ ലാർവകളെ ആഹരിക്കുന്നു. അപ്പം ഈ അഴുകി പോകുന്നതിന്റെ സമയം ദൈർഘിപ്പിച്ച് കിട്ടും. അപ്പം അവിടെയുള്ള ഒരു ജീവിക്ക് കാഴ്ച പരുന്തുകളെ സംബന്ധിച്ച് കാഴ്ചയല്ല അവർ അഡാപ്റ്റീവായിട്ട് യൂസ് ചെയ്യണത്, ഗന്ധമാണ് യൂസ് ചെയ്യണത്. അപ്പം ഈ അടഞ്ഞ കാടിന്റെ ഉള്ളിൽ ചത്ത് കിടക്കുന്ന ഒരു ജീവിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടും ഈ ചത്ത് കിടക്കുന്ന ജീവി കുറച്ചു കാലം കൂടിയിട്ട് അഴുകാതെ അവിടെ നിൽക്കുകയും ചെയ്യുന്നതിൽ ഈ ഈച്ചകളും ഉറുമ്പുകളും തമ്മിലുള്ള ബന്ധം ആക്ച്വലി അവിടെയുള്ള പുതിയ ലോക കഴുകൻ അനുകൂലമായിട്ട് കിട്ടുക ചെയ്യുന്നത്. അപ്പൊ അത് നീണ്ടുപോകുന്നതിനനുസരിച്ച് ആ കഴുകൻ അവിടെ എത്തുകയും ഈവൻ മണ്ണിന്റെ അടിയിലേക്ക് പോലും, ഒരു ലിറ്ററിന്റെ അടിയിലേക്ക് പോലും ചത്ത് കിടക്കുന്ന ഒരു ജീവിയെ സ്മെല്ല് കൊണ്ട് കണ്ടെത്താൻ അവിടെയുള്ള കഴുകന്മാർക്ക് അനുകൂലമുണ്ട്. പക്ഷെ ഇവിടെയുള്ള ആളുകൾ കംപ്ലീറ്റ്ലി കാഴ്ചയെ ആശ്രയിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയണേ കഴുകൻ എന്നൊരു കൺസെപ്റ്റിന്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പൂർണ്ണമായിട്ടും മാംസാഹാരിയായിട്ടുള്ള ഒരു ജീവിയാണെന്ന് കാണുമ്പോൾ എക്സംഷൻസ് ഉണ്ട്. നമുക്ക് പാംനെറ്റുകൾ കഴിക്കുന്ന കഴുകന്മാരുണ്ട്, പാംനെറ്റ് വൾച്ചേഴ്സ് എന്ന് പറയുന്ന വൾച്ചർ ഉണ്ട്. അതുപോലെ മാംസം മാത്രം ആഹരിക്കാതെ ബോണ് കൂടുതലായിട്ട് കഴിക്കണ കഴുകനുണ്ട്. നമുക്ക് ഇന്ത്യയിൽ തന്നെയുള്ള ലാമർഗിയർ എന്ന് പറയുന്ന കഴുകന്റെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിലൊന്ന് എല്ലുകൾ ആഹരിക്കുക എന്നുള്ളതാണ്. എല്ലുകൾ ആഹരിക്കുകയും അതിനെ പൂർണ്ണമായിട്ടും ദഹിപ്പിച്ച് പുറന്തള്ളാനും കൂടി കഴിയാന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഭക്ഷണത്തിന്റെ ഒരു 80% അപ്പുറത്തേക്കും എല്ലുകൾ മാത്രം ആഹരിച്ചിട്ട് അതിനെ ദഹിപ്പിച്ച് പുറന്തള്ളാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന 23 കഴുകന്മാരും പ്രകൃതിയിൽ ചെയ്യുന്ന റോളുകളിൽ സാമീപ്യം ഉണ്ടെങ്കിലും അവർ ആഹരിക്കുന്ന രീതിയിൽ ഒക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. അവരൊരു മൃതദേഹത്തിനോട് അപ്രോച്ച് ചെയ്യുന്ന രീതിയിലും വ്യത്യാസമുണ്ട്. ചിലപ്പം ആദ്യം വന്നിട്ടൊരു മൃതദേഹത്തിനെ ആ മൃതദേഹത്തിന്റെ ഹാർഡായിട്ടുള്ള ഭാഗങ്ങളെ കീറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിൽ ചിലപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റൊരാളുകളായിരിക്കാം. ഇവരുടെ ഭക്ഷണത്തിന്റെ രീതികളെ തന്നെ വേറൊരു ഗ്രൂപ്പ് ഓഫ് വൾച്ചേഴ്സ് ഇവർ തമ്മിലുള്ള കോമ്പോസിഷനും അവിടെ നടക്കും. ഒരാളുകൾ മാത്രമല്ല, ചിലപ്പം നമുക്ക് ഇവിടെയൊക്കെയുള്ള റെഡ് ഹെഡഡ് വൾച്ചർ എന്ന് പറയുന്ന ചുട്ടിക്കഴുകൻ എന്ന് പറയുന്ന കഴുകനായിരിക്കാം കുറച്ചും കൂടി അതിന്റെ ആദ്യം വന്ന് ഇതിനെ കീറി മുറിച്ച് തുറക്കാനുള്ള ഒരു സാധ്യത കിട്ടുന്നത്. മറ്റ് അനുകൂലമുള്ള കഴുകന്മാര്, നമ്മൾ പൊതുവെ കാണുന്ന കഴുകന്മാരിൽ കഴുത്തിൽ തൂവലുകളൊന്നും ഇല്ലാത്തവര് മൃതദേഹത്തിന്റെ ഉള്ളിലേക്ക് കഴുത്ത് കയറ്റുകയും അതിന്റെ ഉള്ളിൽ നിന്ന് ആഹാരം കണ്ടെത്താൻ കഴിയുകയും ചെയ്യുന്നത് ഷേപ്പ് എന്ന് പറയുന്നത്. മറ്റൊന്ന് നമുക്ക് ഇവിടെ ഈജിപ്ഷ്യൻ വൾച്ചർ എന്ന് പറയുന്ന പക്ഷി ശരിക്ക് ആ ഒരു കഴുകന് നമ്മുടെ മറ്റ് കഴുകന്മാരായിട്ട് അത്ര വലിയ രൂപസാദൃശ്യമല്ല, കുറച്ചും കൂടി ചെറുതായിട്ടുള്ളത്. ഇതിന്റെ ചുറ്റുപാടുന്ന് പെരുക്കി തിന്നാനുള്ള അനുകൂലങ്ങൾ നേടിയിട്ടുള്ള കഴുകന്മാരുണ്ട്. ഇവരൊരു മൃതദേഹത്തിന്റെ ഉള്ളിൽ അവർ ആഹരിക്കുന്ന രീതികളിലും വ്യത്യാസമുണ്ട്. അത് പറഞ്ഞപ്പോഴാ വലിപ്പമുള്ള എല്ലുകളത്തിന്റെ ടെക്നിക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളത് വായിച്ചു, അതൊന്ന് പറയാമോ? അത് ഈ ലാമർഗിയർ എന്ന് പറഞ്ഞ കഴുകനാ. അത് എല്ലെടുത്തിട്ട് മുകളിലേക്ക് പോകും, ഉയരത്തിലേക്ക് പോയിട്ട് താഴേക്കിടും, ഒരു പാറപ്പുറത്തേക്ക് ഇടും. അത് പൊട്ടി വലിയ എല്ലാണ്, ചെറിയ എല്ല് ഒരുമാതിരി വലിപ്പമുള്ള എല്ലൊക്കെ അത് നേരിട്ടങ്ങ് കഴിക്കും. എടുത്ത പിന്നെ അങ്ങനെ വിഴുങ്ങാൻ പറ്റാത്ത എല്ലും എടുത്ത് മുകളിലേക്ക് പോയിട്ട് അത് പാറപ്പുറത്തേക്ക് ഇടും. പാറപ്പുറത്ത് വീണ് പൊട്ടിച്ചിതറുമ്പോൾ അതെടുത്തിട്ട് കഴിക്കും. അങ്ങനെ കഴിക്കും. അതാണ് ലാമർഗിയർ എന്ന് പറഞ്ഞാൽ. അതിന്റെ ഭക്ഷണത്തിന്റെ വലിയ ശതമാനം എല്ലാണ്. അത് ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു കഴുകന്മാരുമായിട്ട് മത്സരിക്കണ്ട, എല്ലാം ഉള്ളത് അവർ തിന്നു കഴിഞ്ഞിട്ട് ബാക്കി കിടക്കുന്നിടത്ത് തിന്നാൽ മതി. അതൊരു അനുകൂലമാണ്. അതുപോലെ വേറെയും കഴുകന്മാരുണ്ട്. ഇപ്പൊ ഈ മണം പിടിക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞിട്ടില്ല, ടർക്കി വൾച്ചറിനാണ് അത് ഏറ്റവും കൂടുതലുള്ളത്. ഇവിടുത്തെ അല്ല, ന്യൂ വേൾഡിലെ കഴുകനാണ്. അപ്പൊ അത് മണം പിടിക്കും. അപ്പൊ അത് മണം പിടിക്കുമ്പോ ഇതിനെ കണ്ടെത്തുമ്പോ അതിന്റെ ചലനങ്ങൾ നോക്കിയിട്ട് അതിന്റെ പിന്നാലെ വരുന്ന കഴുകനുണ്ട്. അതിനത്ര മണം പിടിക്കാൻ കഴിയില്ല. പക്ഷെ ഈ പുറകെ വരുന്ന കഴുകൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് കഴിക്കുള്ളൂ. അത് വന്നപാടെ ഇതിനെ ഓടിക്കും, മണം പിടിച്ച് വന്നതിനെ ഓടിക്കും. അതുകൊണ്ട് ഇത് തിന്നും. തിന്നു കഴിഞ്ഞിട്ട് ഇതിന് മതിയാക്കി കഴിയുമ്പോഴേ പിന്നെ അതിനെ തിന്നാൻ അനുവദിക്കുള്ളൂ. അപ്പൊ അങ്ങനെയും ഉള്ള ഇതുണ്ട്. അവരുടെ മണം പിടിക്കാനുള്ള കഴിവിനെ ഇവരെ അനുകൂലമാക്കിയിട്ട് ഇവർ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. ഉറുമ്പുകൾ വന്നിട്ട് ഇത് മുട്ടയിട്ടു, ഈച്ചകൾ മുട്ടയിട്ടിട്ട് പുഴു വിരിഞ്ഞു വരുമ്പോ ഉറുമ്പുകൾ വന്നിട്ട് പുഴുവിനെ തിന്നും. അപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു ശവം ഒരു 3-4 ദിവസം കൊണ്ട് ഈ പുഴുക്കൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അതിനെതിരെ ഒപ്പിച്ചിട്ട് ഒരു കഴിക്കും, പെട്ടെന്ന് തീരും ശവം. അപ്പൊ കഴിക്കുമ്പോ ശവം പെട്ടെന്ന് തീർന്നു പോലോ. അവിടെ ഉറുമ്പുകൾ വന്നിട്ട് ഈ ലാർവേനെ തിന്നും. പലതരം ഉറുമ്പുകളുണ്ട് അവിടെ. ഉറുമ്പിന്റെ ഡൈവേഴ്സിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ പലതരം ഉറുമ്പുകൾ വന്നിട്ട് ഇത് തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 ദിവസം കൊണ്ട് ചീഞ്ഞ് പോകുന്ന ശവം അവിടെ ഒരു 17 ദിവസം 18 ദിവസം നിൽക്കും. അത് സാധ്യതയാണ് അവിടുത്തെ അവർക്കുള്ള സാധ്യത. അവിടുത്തെ കഴുകന്മാര് പൊതുവെ ചെറിയ ശവങ്ങളെ ആശ്രയിക്കുന്നത്. ചെറിയ ശവങ്ങള് വലിയ ഇവിടെ ഇപ്പൊ ആഫ്രിക്കയിലും ഏഷ്യയിലൊക്കെയുള്ള യൂറോപ്പിന്റെ തെക്ക് ഭാഗത്തൊക്കെയുള്ള കഴുകന്മാർക്ക് വലിയ ശവങ്ങൾ കിട്ടും. ആഫ്രിക്കയിലൊക്കെ ആണെങ്കിൽ ഈ ദേശാടനം ചെയ്യുന്ന മൈഗ്രേറ്റ് ചെയ്യുന്ന ജീവികളുണ്ടല്ലോ ഒരുപാടുണ്ട്. അവരൊക്കെ ചത്തു വീഴുമ്പോ
തിന്നും. അപ്പൊ അങ്ങനത്തെ ശവങ്ങളാകുമ്പോ ഈ ആഫ്രിക്കയിലൊക്കെ ഈ ആളുകൾക്ക് ഈ വന്യജീവി സംഘർഷമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ഒരു കന്നുകാലിനൊക്കെ സിംഹമോ ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷം വെക്കുന്ന ഒരു ശീലമുണ്ട്. ഇവിടെ ഇപ്പൊ അത് പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ കുറച്ചൊക്കെ നഷ്ടപരിഹാരമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ആളുകൾ ചെയ്യുന്നില്ല, ഇപ്പൊ ചെയ്യുന്നില്ല. അപ്പൊ ആഫ്രിക്കയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഒരു ശവത്തിന്റെ മുകളിൽ വിഷം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 കണക്കിന് കഴുകന്മാരാണ് ഒന്നിച്ചു വരിക. അപ്പൊ ഒരു ഇതിൽ വിഷം വെച്ചിട്ടുണ്ടെങ്കിൽ പോലും 100 എണ്ണം 200 എണ്ണമൊക്കെ ചത്തുപോകും. 600 കഴുകന്മാർ വരെ ചത്തിയ ഒരു സംഗതി ഒറ്റൊരു ഇതിനെ കൊല്ലാൻ വേണ്ടിയാണോ? ഇതിനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഈ ഇവരുടെ കന്നുകാലിനെ പിടിച്ചത് സിംഹമാണെങ്കിൽ സിംഹത്തിനുള്ള ദേഷ്യത്തിനാണ് വെക്കുന്നത്. ഇനി അത് വന്ന് പിടിക്കരുത് എന്നുള്ള നിലക്കാണ് വെക്കുന്നത്. പക്ഷെ അത് കഴുകനാണ് കൂടുതൽ പ്രശ്നമായിട്ട് തീരുന്നത്. അപ്പൊ ആ പ്രശ്നം ഈ ന്യൂ വേൾഡിലാകുമ്പോൾ ആ ഒരു പ്രശ്നം കുറയും. കാരണം അവർ ചെറിയ ജീവികളെ തിന്നുന്നത്. അധികം ഒരു സ്ലോത്ത് അല്ലെങ്കിൽ ഒരു എലിയൊക്കെ ചത്ത് കിടക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണ ഉണ്ടാവുള്ളൂ. അതിൽ വിഷം ഉണ്ടെങ്കിൽ പോലും അത്ര എണ്ണ ചാവുള്ളൂ. ഒരു വലിയ വംശനാശത്തിലേക്ക് പോകുന്ന സാധ്യതയില്ല. അത് അവരുടെ ആഹാരശീലത്തിന്റെ കുറച്ച് സാധ്യതയാണ്. ഈ ലാമർഗീറുകളെ കുറിച്ച് പറഞ്ഞല്ലോ, അവര് ഈ മലമ്പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് ഉള്ളത്. അപ്പൊ അവര് ഈ ഒരു 3-4 കിലോ ഒക്കെ ഉള്ള വലിയ ബോണുകള്, ഒരു ബോൺ എല്ലാം കൂടി എടുത്തിട്ട് കൊണ്ടുപോയിട്ട് സ്ഥിരമായിട്ട് ചില പാറകളുടെ മേലെ ഇടും. അത് ഈ കാലില് തൂക്കിട്ടാണോ? ആ സ്ഥലങ്ങൾക്ക് ഒരു പേരുണ്ട്, ഒസാരിസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് തന്നെ ഉണ്ട്. ചില ആംഗിളുകളിൽ ഒരു ചില പാറകളുടെ മേലെ തുടർച്ചയായിട്ട് ഇട്ടിട്ട് അത് പൊട്ടിച്ച് ഒരു പ്രാവശ്യം വിട്ട് പൊട്ടിയില്ലെങ്കിൽ വീണ്ടും എടുത്തുകൊണ്ട് ഇടും. എത്ര ഹൈറ്റ് നിന്നൊക്കെ എറിയാ? അത് ബേർഡ് ഡിസൈഡ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ഹൈറ്റ് നിട്ട് പൊട്ടും, ബ്രേക്ക് ചെയ്യും എന്നുള്ളത് തീരുമാനിച്ചിട്ട് അത് ഇടാണ്. എന്നിട്ട് വന്നിട്ട് അത് കഴിക്കുക. അപ്പൊ ബോൺ മാരയും ആണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഫുഡ്. അപ്പോൾ മറ്റ് കഴുകന്മാരോട്ടുള്ള ഒരു കോമ്പറ്റീഷനുള്ള സാധ്യത അതിനകത്ത് ഒഴിവാകുമല്ലോ. പിന്നെ മറ്റുള്ള ആളുകൾ കൂടുതലായിട്ട് മാംസമാണ് കഴിക്കുക, സ്വത്ത് വീഴുന്ന ജീവികളുടെ മാംസമാണ് കഴിക്കുക. ഇവര് ഉപയോഗിക്കുന്ന ഇവരുടെ ട്രോഫിക് നിഷ് എന്ന് പറയുന്നത് ബോൺ മാരവും ആണ്. അപ്പൊ അതിനെ ദഹിപ്പിക്കാനും അതിലുള്ള ന്യൂട്രിയൻസിനെ ഒക്കെ ശരീരത്തിലേക്ക് എടുക്കാനുള്ള കഴിവ് ഈ ലാമർഗിയർ എന്ന് പറയുന്ന കഴുകന്മാർക്കുണ്ട്. സ്വാഭാവികമായിട്ട് ചത്തുപോകുന്ന മൃഗങ്ങളെയാണല്ലോ ഇത് കഴിക്കുന്നത്. അപ്പൊ വേറെ മൃഗങ്ങളെ ആക്രമിച്ച് ഇട്ടതാണോ അതോ അല്ലാതെ തന്നെ ചത്തു, അങ്ങനെയുണ്ടോ? അങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടോ? പൊതുവെ അതിനൊരു മൃതദേഹം ലഭ്യമാകുക എന്നുള്ള ഒരു രീതിയിൽ മാത്രമാണ് അതിനെ കാണുന്നത്. അതും ഇരപിടിയന്മാരായിട്ടുള്ള ആളുകൾ പിടിച്ചിട്ടുള്ളത്, കടുവ, പുലി പോലുള്ളതിനെ ആക്രമിച്ച് അവര് ബാക്കി വെച്ചിട്ടുള്ളതിനെ കഴിക്കുന്ന സ്വഭാവമുണ്ട്. അല്ലാതെ സ്വാഭാവികമായിട്ടും കാടിന്റെ ഉള്ളിൽ ചത്തതിനെ കഴിക്കുന്ന സ്വഭാവമുണ്ട്. പൊതുവെ ഇരപിടിയന്മാരായിട്ടുള്ള ആളുകൾ കഴിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നതിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. സ്വാഭാവികമായിട്ടുള്ള ചത്തിട്ടുള്ളതാണെങ്കിൽ അതിൽ അവർക്ക് കുറച്ചും കൂടി സാധ്യതയുണ്ട്. പിന്നെ അവിടെ ഒരു കോമ്പറ്റീഷന്റെ പ്രശ്നമില്ല. ഇവര് ജീവിക്കുന്നത് കൂട്ടമായിട്ടാണോ അതോ അങ്ങനെ ഒരു സോഷ്യൽ ലൈഫുള്ള കക്ഷികളാണോ? അതെ, കൂട്ടമായിട്ടാണ് ജീവിക്കുക. ഇത് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ, ഇത് ഞാൻ മുമ്പ് ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് തോൽപ്പെട്ട് റേഞ്ചിൽ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ്. അവിടെ ഒരു വലിയൊരു ആന ചെരിഞ്ഞിരുന്നു, കുണ്ടിച്ചിറാന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ അവിടെ നമ്മൾ കാണുമ്പോൾ തന്നെ അതിന്റെ ചേട്ടത്തിന് കുറെ ദിവസം പഴക്കമുണ്ട്. പക്ഷെ ഒരു കഴുകന്മാരും അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അതിന് മുകളിൽ നല്ല കനോപ്പി കവർ കണ്ടിട്ടില്ല, കാണാൻ പറ്റണമെന്നില്ല. ഇപ്പൊ ചിലപ്പോൾ അധിനിവേശ സസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമോ അല്ലെങ്കിൽ മരത്തിന്റെ അടിയിലോ ഒക്കെ ആവുന്നതുകൊണ്ട് ചിലപ്പോ അവർക്ക് കാണാൻ കഴിയണമെന്നില്ല. കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് പ്രിഫർ ചെയ്യുക. പിന്നെ ഇവർ കൂട്ടമായിട്ടാണ് ജീവിക്കുക. പിന്നെ വലിയ കോളനികളിൽ ഒരുമിച്ച് റൂസ്റ്റ് ചെയ്യുന്ന ഉറങ്ങാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലവും കൂട് കെട്ടാൻ വേണ്ടിയിട്ടും അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ് സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുക്കുക. പിന്നെ ഏത് കാണാൻ പോകുന്ന സമയത്തും അത്തരത്തിലാണ്. പക്ഷെ ഇപ്പൊ വയനാട്ടിലുള്ള ഒരു കൂട് കൂട്ടുന്നത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത്. അതായത് ഇപ്പൊ തോൽപ്പെട്ട് റേഞ്ചിലാണെങ്കിൽ ഒരു 1-2 കൂട്, അതും അടുത്തടുത്തല്ല, വളരെ ദൂരമായിട്ടാണ് അത്തരത്തിലും കാണുന്നത്. പക്ഷെ പൊതുവെ ഇവര് കൂട്ടമായിട്ട് ഭക്ഷണം തേടി ഇറങ്ങുകയോ അല്ലെങ്കിൽ കൂട്ടമായിട്ട് കൂട് വയ്ക്കുകയോ കൂട്ടമായി റൂസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന പക്ഷികളാണ്. ഇത് ദേശാടനം ചെയ്യോ? അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നതാണോ? ദേശാടനം ചെയ്യുന്ന കഴുകന്മാരുണ്ട്. എല്ലാം ദേശാടനം ചെയ്യുന്നവരല്ല. ഈ പിന്നെ ഗ്രിഫൺ, യൂറേഷ്യൻ ഗ്രിഫൺ എന്ന് പറഞ്ഞിട്ടുള്ള കഴുകനുണ്ട്. അത് ദേശാടനം ചെയ്യുന്ന കഴുകനാ. അത് പിന്നെ ഈ ടർക്കിയിൽ നിന്നും ഇങ്ങോട്ടൊക്കെ ഇന്ത്യയിൽ തന്നെ വരുന്ന ഇതുണ്ട്. അതില് ഇവരും ദേശാടനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ ഈ സബഡൽസ് ഉണ്ട്, മുഴുവൻ പ്രായമാകാത്ത പിന്നെ കുട്ടി എന്നുള്ള ഇത് കഴിഞ്ഞിട്ടുള്ള ആ ഘട്ടത്തിലാണ് ഇവർ കൂടുതൽ ദേശാടനം ചെയ്യുന്നത്. ദേശാടനം ചെയ്യുന്ന മറ്റേ ഇപ്പൊ ഈ നമ്മുടെ വയനാട്ടില് ഈ ഗ്രിഫണിന്റെ 1-2 സൈറ്റിങ്ങൾ ഉണ്ട്. ഗ്രിഫൺ പിന്നെ ഹിമാലയൻ ഗ്രിഫൺ എന്ന് പറഞ്ഞാൽ വലിയ വലിപ്പം കൂടിയ കഴുകന, നല്ല വലിപ്പം. ഇവിടെയുള്ള സാധാരണ കഴുകനേക്കാളും നല്ല പ്രകടമായ വലിപ്പ വ്യത്യാസമുള്ള വലിയ കഴുകന. അപ്പൊ അതിന് 1-2 എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്. അത് സബഡൽസിനെ കണ്ടത്. അവരാണ് ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് ഇവിടെ തെക്കോട്ട് വന്നിട്ട് ഇത് ആകാറുള്ളത്. അതല്ലാത്ത സ്ഥിരമായ ദേശാടനം ചെയ്യുന്ന ഇനങ്ങളും ഉണ്ട്. അതിലൊന്ന് ഈ ഗ്രിഫൺ ആണ്, യൂറോഷ്യൻ ഗ്രിഫൺ എന്ന് പറഞ്ഞത്.